ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഒരു ബുക്കിൻ്റെ റിവ്യൂ അല്ല, ഒരു മെമ്മോയർ പുസ്തകം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എഴുത്തിലേക്ക് കടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ഒരു മെമ്മോയർ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? അതായത് ഒരു ഓട്ടോബയോഗ്രഫി അല്ല. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ പോലെയുള്ളൊരു വലിയ പുസ്തകം അല്ല. നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ പറക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ കൂട്ടി വെച്ച് നമ്മളൊരു ചെറിയ പുസ്തകം എഴുതിയാൽ അതിനെയാണ് മെമ്മോയർ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങാൻ പോകുമ്പോൾ അത് നോക്കുമ്പോൾ ഈ പുറകിൽ അതിൻ്റെ ജേണർ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരിനോടൊപ്പം തന്നെ നോവലാണോ കഥയാണോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ മെമ്മോയർ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ എന്ന് എഴുതിയിട്ടുണ്ടാവും. നോക്കിയാൽ മതി, പുസ്തകത്തിൻ്റെ പുറകിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കാറ്റഗറിയിൽ ഈ അടുത്ത് വായിച്ചതിൽ നിങ്ങൾക്ക് വായനയിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പുസ്തകം ആവാരാഹു ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബുക്കില്ല. ഖാലിദ് ബക്കറിൻ്റെ പുസ്തകമാണ്. നല്ല പുസ്തകമാണ്, അത്യാവശ്യം വലിയ പുസ്തകമാണ്. പക്ഷേ ഓർമ്മക്കുറിപ്പുകളും കഥകളും എന്ന് പറഞ്ഞിട്ടാണ് അത് ഫോർമാറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ലൊരു ബുക്കാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ എഴുത്തുകാരനാണ്, നിങ്ങളൊരു മെമ്മോയറൊക്കെ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് മെമ്മോയർ ബുക്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എങ്ങനെയാണ് ഒരു മെമ്മോയർ എഴുതേണ്ടത് എന്നൊരു സ്ട്രക്ചർ, ഇങ്ങനെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയാം. അങ്ങനെ കുറച്ച് സ്റ്റെപ്സും ടിപ്സും എക്സാമ്പിൾസും ആണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യം നമുക്ക് സ്റ്റെപ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു മെമ്മോയർ പുസ്തകം എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെൻട്രൽ തീം എന്താണെന്ന് ഉറപ്പ് വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ ജീവിച്ച ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നത് ബാല്യത്തിലാണോ, അതോ നിങ്ങളുടെ ടീനേജിലാണോ, കോളേജ് ലൈഫിലാണോ? അതിനകത്തിലൊക്കെ പല ടൈപ്പ് മൂഡുള്ള ഓർമ്മകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഇമോഷനിലേക്ക് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ആ പുസ്തകം വായിക്കാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്തെക്കുറിച്ച് മാത്രമാണ് എഴുതുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഡിയൻസ് ആയിരിക്കും അത് എടുക്കുക. അല്ല, നിങ്ങളിപ്പോൾ പ്രണയം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതുപോലത്തെ ഓഡിയൻസ് ആയിരിക്കും അത് എടുക്കുക. അങ്ങനെ അപ്പോൾ ഏതെങ്കിലും ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആവാരാഹുവിൽ ഒരു കോർ തീം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിലൂന്നിയാണ് അതിനകത്തിലേക്ക് ഓർമ്മകളും കഥകളും എല്ലാം പോകുന്നത്. അപ്പം സ്നേഹമാണ് അതിൻ്റെ തീം. അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ചില എഴുത്തുകളിൽ ഒരുപാട് പെണ്ണെഴുത്തെന്നൊക്കെ പറയത്തില്ല, അപ്പം ആ എഴുത്തുകാരി പെണ്ണായിരിക്കും, അവരുടെ ആ പെൺമ അതിലുണ്ടാവും. അത് വെച്ചിട്ട് ആ ബുക്കിന് ഒരുപാട് വായനക്കാരും ഉണ്ടാവും. അതിനൊരു എക്സാമ്പിളാണ് ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണെന്ന് പറഞ്ഞ പുസ്തകം. പിന്നെ വിജിയുടെ ലിലിപ്പൂക്കളുടെ ഓർമ്മയ്ക്കും ആ കാറ്റഗറിയിൽ നമുക്ക് വെക്കാവുന്ന ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ പോയിന്റ്, ലൈഫിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മാധവിക്കുട്ടിയുടെ തന്നെ എൻ്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ക്രൊണോളജി ഒന്നുമില്ല. അതിനകത്തിൽ അങ്ങനെ ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ ഒന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വായിക്കാൻ പറ്റുന്ന പോലെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫോർമാറ്റ് വളരെ ഈസിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഒന്നും വേണ്ട, പക്ഷെ വേണ്ടതുപോലെ തീരുമാനിക്കുക ആദ്യം എന്തൊക്കെ വേണം വേണ്ട. അടുത്ത പോയിന്റ്, പരമാവധി ഓണസ്റ്റ് ആൻഡ് വൾണറബിൾ ആയിരിക്കുക. ഞാൻ ആ വാക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതാണ്. ഓണസ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്, ഇപ്പം മാധവിക്കുട്ടി ഓണസ്റ്റായിട്ട് എഴുതിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കഥയെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുകയില്ലായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകം മറന്നുവെച്ച ഹൃദയം അങ്ങേയറ്റം ഓണസ്റ്റായിട്ടും വൾണറബിളായിട്ടും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതുകൊണ്ടാണ് അതിന് ആൾക്കാരുടെ അടുത്ത് നിന്ന് എനിക്ക് ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ബാക്കി പുസ്തകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മറന്നുവെച്ച ഹൃദയത്തിൻ്റെ സെയിലും ഭയങ്കര കൂടുതലാണ്, ആൾക്കാരുടെ അടുത്തുനിന്നുള്ള ഫീഡ്ബാക്കും കൂടുതലാണ്. കാരണം അതെൻ്റെ അനുഭവമാണ്, എൻ്റെ ജീവിതമാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ വൾണറബിളായിട്ട് എഴുതിയിട്ടുണ്ട്, ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ഓണസ്റ്റായിട്ടും വൾണറബിളായിട്ടും നിങ്ങളോടും നിങ്ങളുടെ ജീവിതത്തോടും സത്യസന്ധമായിട്ടിരിക്കാൻ പറ്റുന്ന പോലെ എഴുതുക. ഒരു ലൂസ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനതാണ് ആവാരാഹു എന്ന് എടുത്ത് പറഞ്ഞത്. ആവാരാഹുവിന് ഒരു ഭയങ്കര സ്ട്രക്ചർ ഒന്നുമില്ല, ഇന്ന ഫോർമാറ്റിൽ അങ്ങനെ കഥ പോകണം എന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, യൂണിവേഴ്സൽ യൂട്രസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൃത്യമായ സ്ട്രക്ചർ ഒന്നുമില്ല, ഇന്ന ഫോർമാറ്റിൽ എഴുതണം എന്ന ഒരു റൂളൊന്നും എഴുത്തുകാരൻ അയാൾക്ക് തന്നെ വെച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു ലൂസ് സ്ട്രക്ചർ പിടിച്ചു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്കും പിന്നെ നിങ്ങളുടെ തന്നെ അനുഭവങ്ങളെടുത്ത് എഴുതുന്ന ഒരാളെന്ന നിലയ്ക്കും നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും, വായന കുറച്ചുകൂടി ഈസി ആയിരിക്കും. എഴുത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സേയിങ് ഉണ്ട്, അതായത് ഡോണ്ട് സേ ഇറ്റ് ജസ്റ്റ് ഷോ ഇറ്റ് എന്ന്. പത്മരാജൻ്റെ ഒക്കെ എഴുത്തൊക്കെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അത് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേദന ഉണ്ടായെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായെങ്കിൽ, പ്രണയം ഉണ്ടായെങ്കിൽ
പറയുകയല്ല, അത് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്ന്. അപ്പോൾ എഴുത്തിലേക്ക്, അത് ഞാൻ കുറച്ച് പോയിറ്റിക്കായിട്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, എഴുത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ, എന്ത് കാര്യം എഴുതുകയാണെങ്കിലും ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചു എന്നുള്ളത് എനിക്ക് പല രീതിയിൽ എഴുതാം. ആ ചായക്കടയുടെ ഒരു ആംബിയൻസ് എഴുതാം, അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് എഴുതാം, ഞാൻ ആ ചായ കുടിക്കുമ്പോൾ അതെൻ്റെ ഒരു ഡെയിലി ഹാബിറ്റാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് എഴുതാം. ഇൻസ്റ്റഡ് ഞാൻ ആ ചായ കുടിക്കുമ്പോൾ ഉള്ള കാര്യം എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു ചായ കുടിച്ച പോലെ തോന്നുന്ന അനുഭവം തരുന്ന പോലെ എനിക്ക് എഴുതാൻ പറ്റിയാൽ, അതാണ് പറയുന്നതും എഴുതുന്നതും തമ്മിലുള്ള, കാണിച്ചു കൊടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എഴുതുമ്പോൾ നിങ്ങളുടെ തന്നെ ഭാഷയിൽ എഴുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എപ്പോഴും നമ്മളുടേതായിട്ടുള്ളൊരു ടച്ച് വരുന്നത് നമ്മുടെ ഭാഷ അതിനകത്ത് വരുമ്പോഴാണ്. അത് ഒരുപാട് ഈസി ആൻഡ് ലൂസ് ഭാഷയായി പോവുകയും ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബഷീറിന് ഒരു ഭാഷയുണ്ടല്ലേ, മാധവിക്കുട്ടിക്ക് ഒരു ഭാഷയുണ്ട്. ഇവരൊക്കെ എഴുതുന്ന മലയാളമാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഇതിനൊക്കെ അവരവരുടേതായിട്ട് ടച്ച് ഉണ്ട്. ഈ ഒരു പേജ്, വെറുതെ ഒരു ബുക്കിൻ്റെ പേജ് കയറിയിട്ട് തന്നിട്ട് 10 മിനിറ്റ് വായിച്ചിട്ട് ഇത് ബഷീർ എഴുതിയതാണോ എന്ന് നമുക്ക് തോന്നുന്ന പോലെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഷ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു ഭാഷാ തലമുണ്ട്, അത് കണ്ടുപിടിക്കുക. അതിൽ തന്നെ ഒരു മെമ്മോയർ എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ സ്ഥിരമായി ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെമ്മോയർ പുസ്തകം എഴുതാനുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു സ്കെലറ്റൻ പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മുടെ ബാല്യം, കൗമാരം, ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം വരെയുള്ള പ്രായത്തിൻ്റെ ഒരു ക്രൊണോളജി വെച്ചിട്ട് നമുക്കതിനെ എങ്ങനെയും ഡിവൈഡ് ചെയ്തെടുക്കാം. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന തീം പ്രണയമാണെങ്കിൽ നിങ്ങളുടെ പ്രണയങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതാം. സൗഹൃദമാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ എഴുതാം. അതല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് സ്നേഹം എന്നൊരു ഇമോഷൻ ആണെങ്കിൽ അച്ഛനെക്കുറിച്ച് എഴുതാം, അമ്മയെക്കുറിച്ച് എഴുതാം, സുഹൃത്തുക്കളെക്കുറിച്ച് എഴുതാം. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെൻട്രൽ തീം മനുഷ്യന്മാരാണെങ്കിൽ വഴി പരിചയപ്പെട്ട് നിങ്ങൾക്കൊരു ചായ വാങ്ങി തന്നൊരു മനുഷ്യനെ കുറിച്ച് വരെ എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറയുന്നത് ഒരു മെമ്മോയർ പുസ്തകമാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്, അയാളെ സ്വാധീനിച്ച മനുഷ്യന്മാരാണ്. അപ്പോൾ തീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുത്ത് എളുപ്പമായിരിക്കും. നമുക്ക് ആവശ്യമുള്ളതേ നമ്മൾ എഴുതുള്ളൂ. മെമ്മോയർ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ്: ഫസ്റ്റ് വൺ, ജേർണൽ ചെയ്യുക. ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തുടങ്ങുക. ജേർണലിംഗ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം. ഇൻ വൺ ലൈൻ വേണമെങ്കിൽ പറയാം, നിങ്ങളൊരു ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച ഒരു വിഷയം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി പോവുക. അത് സ്ഥിരമായിട്ട് പറ്റുകയാണെങ്കിൽ ഡെയിലി, ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഥ ഒരിക്കലും വേറൊരാളുടെ കഥയായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം നമ്മൾ മാധവിക്കുട്ടിയല്ല എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച ജീവിതം മാധവിക്കുട്ടിയുടെ ജീവിതമല്ല. ഇപ്പോൾ ഞാൻ ജീവിച്ച ജീവിതത്തിൽ എനിക്ക് മറന്നു വെച്ച ഹൃദയം എഴുതാൻ പറ്റും, അത് മാധവിക്കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. കാരണം അവർ ജീവിച്ച ജീവിതം അതല്ല. അപ്പോൾ തിരിച്ചു മറിച്ചും അത് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ വേറൊരാൾക്ക് ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിച്ചിട്ട് എഴുതാൻ പറ്റും, പക്ഷേ അയാൾക്ക് ഒരിക്കലും നിങ്ങൾ എഴുതുന്ന പോലെ എഴുതാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഭാഷ ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എഴുതുന്നത് എന്നൊക്കെ ഉള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അവളുടെ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് നന്നായി തോന്നി, പക്ഷേ അവൾ അതിലും നന്നായി മലയാളം എഴുതും. ഞാൻ ആ കുട്ടിയോട് അത് പറഞ്ഞു, നീ എന്തെങ്കിലും മലയാളത്തിൽ എഴുതണം, ഭയങ്കര നന്നായി മലയാളം എഴുതും. അപ്പോൾ നിങ്ങൾ മലയാളം ഇംഗ്ലീഷും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചില കാര്യം ചില ഭാഷയിൽ എഴുതുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങളെ വായിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നടത്തായാലും മതി. ഇനിയും നിങ്ങൾക്ക് ഡൗട്ടാണ്, നിങ്ങൾക്കൊരു പേഴ്സണൽ സപ്പോർട്ടൊക്കെ വേണം, ഫസ്റ്റ് വേണ്ട നിങ്ങളുടെ എഴുത്തിൽ നിങ്ങൾക്കൊരു ഓതർ സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ ഓതർ കോച്ചിങ് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-to-1 ഓതർ കോച്ചിങ് ആയിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെയിൽ ID കൊടുത്തേക്കാം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓതർ കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ആണ് ഫൈനൽ നോട്ട്, നിങ്ങളൊരു പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ മെമ്മോയർ എഴുതി തുടങ്ങുന്നത് വളരെ സേഫാണ്. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഈസിയും ആയിരിക്കും. പിന്നെ അത് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടൊരു പുസ്തകമായിരിക്കും. ആൻഡ് നിങ്ങളുടെ സജഷനിലേക്ക് ആവാരാഹു ഒരു നല്ല പുസ്തകമാണ്. നിങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ എഴുത്തിലും വായനയിലും നിങ്ങളെ ഒത്തിരി എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള പുസ്തകമാണ് ആവാരാഹു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. വേറെ മെമ്മോയർ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുള്ളത് ജെറി ടോമിൻ്റെ ജീവിതം ഒരു കൽക്കണ്ട തുണ്ടാണെന്ന് പറയുന്ന ഒരു പെണ്ണെഴുത്ത് പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം. സഞ്ജയ് കെ സത്യൻ്റെ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ്. പിന്നെ ഡിബിൻ്റെ സ്മൃതിയിലൊരു കയ്യൊപ്പ്, ഇതും ഒരു ചെറുപ്പക്കാരൻ്റെ. ഇതിനകത്തിലൊക്കെ നമുക്ക് ഈ ജെൻഡറും കാര്യങ്ങളും ആണുങ്ങൾ എഴുതുന്നത് പെണ്ണുങ്ങൾ എഴുതുന്നതിലൊക്കെ വ്യത്യാസം, അവരുടെ ചെറുപ്പകാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാവും. ഇതുപോലെ തന്നെ നിഹാരിക എന്ന് പറഞ്ഞ തൂലികാ നാമത്തിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മഴനൂലുകൾ. ഇതും ഒരു ഓർമ്മക്കുറിപ്പ് കാറ്റഗറിയിൽ വരുന്ന പുസ്തകമാണ്. വേറെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെ സണ്ണിച്ചൻ്റെ നമ്മുടെ തന്നെ ഹൃദയമായി മാറുന്ന മനുഷ്യർ എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവരുടെ പേഴ്സണൽ പുസ്തകങ്ങളായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എഴുതി തുടങ്ങുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക് ചെയ്യാനും കൂടി പറ്റിയ ഒരു ഏരിയയാണ് മെമ്മോയർ. അപ്പോൾ മെമ്മോയർ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.